ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ യൂട്യൂബ് ചാനൽ അമ്മു സഷാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ്. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാറ്റിൻ്റെ ഡ്രോയിങ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ ഡ്രോയിങ് ബുക്കാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് പേപ്പേഴ്സൊക്കെ ഞാൻ കീറി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് വരയ്ക്കാനായിട്ട്. അപ്പോൾ ആ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ടൈം കുറവാണ്. ആകെ കുറച്ച് സമയമാണ് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവുക. അപ്പോൾ വേഗം എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള പിക്കാണ് സെലക്ട് ചെയ്തത്. ഇത് വരയ്ക്കാനായിട്ട് ഞാൻ അപ്സരയുടെ ഒരു പെൻസിലും പിന്നെ ബ്ലാക്ക് കളർ പെൻസിലും പിന്നെ ഒരു പിങ്ക് കളർ പെൻസിലുമാണ് എടുത്തേക്കണേ. പിങ്ക് കളറൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ് വരിക. ഇത് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. എത്ര ഡ്രോയിങ് അറിയില്ലാത്തവർക്ക് പോലും നല്ല രീതിക്ക് വരച്ചെടുക്കാൻ പറ്റും. കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഷെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈസി ആയിരിക്കും. ഞാൻ എന്നും വിചാരിക്കാറുണ്ട് ഷെയ്ഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഡ്രോയിങ്സ് ചെയ്യണമെന്ന്. ബട്ട് അത് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല. ഏകദേശം അരമണിക്കൂറൊക്കെ എടുക്കും എനിക്കൊന്ന് അത് വരച്ച് കഴിയാനായിട്ട്. പിന്നെ എഡിറ്റിങ്, വോയിസ് ഓവർ, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്ന ദിവസം ഞാൻ ഷെയ്ഡിങ് ഒക്കെ ഉള്ള ഡ്രോയിങ് വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാറ്റിനെ വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ കുറേ ലൈൻസൊക്കെ ഇട്ടിട്ട് 2 ചെവി കൊടുക്കുക, 2 കണ്ണ് കൊടുക്കുക, ഒരു മൂക്ക് കൊടുക്കുക, ഒരു വാ കൊടുക്കുക. ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. ഈ ഒരു റെഫറൻസ് പിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അടുത്ത ഏത് വീഡിയോ വേണം എന്നുള്ളതും കൂടി താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ 1-2 വീക്സ് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു Q&A വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും കമൻസൊക്കെ പിക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ Q&A ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ ചോദിക്കാം കേട്ടോ. ഇനിയൊരു 2 ആഴ്ച ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ താഴെ നിങ്ങൾക്ക് Q&Aയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. നമ്മൾ പൂച്ചയുടെ കാലുകളാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിടുന്ന കമൻസൊക്കെ വായിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കമൻസൊക്കെ വായിച്ചിട്ട് അതിന് റിപ്ലൈസൊക്കെ കൊടുക്കുമ്പോൾ ഒരു രസമാണത്. അതുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ട് ലൈക്ക് വീഡിയോനെ കുറിച്ചിട്ടോ ചാനലിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്ത് വേണേൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഴിഞ്ഞ ഡ്രോയിങ് വീഡിയോനേക്കാൾ ഷെയ്ക്കിംഗ് ഒക്കെ കുറച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കണം. എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു മൂടി പാത്രമില്ലേ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തത്. കഴിഞ്ഞ തവണ കൈ പിടിച്ചെടുത്തോണ്ട് തന്നെ ഷെയ്ക്കിംഗ് ഉണ്ടായിരുന്നു. ഇത്തവണ ഷെയ്ക്കിംഗ് ഒക്കെ അത്യാവശ്യം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ വീഡിയോസ് കഴിയുമ്പോഴും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പൂച്ചക്കുട്ടീനെ ക്യൂട്ടാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിങ്ക് കളർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടായേ. അതിനുശേഷം ഞാൻ ഇവിടെ ഫുൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ കാണാൻ കുറച്ചുകൂടി ക്യൂട്ടാവും. ഇങ്ങനത്തെ ബ്ലാക്ക് കളർ പെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തത് ഏത് ഡ്രോയിങ് വീഡിയോ ചെയ്യണം എന്നുള്ള കമൻറ്റ് ചെയ്യണേ. ഡ്രോയിങ് വീഡിയോസ് ഞാൻ പൊതുവേ കുറച്ച് മടിയാണ്, എങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഡ്രോയിങ് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ പടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം മൊത്തം ചളായിപ്പോവും. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം അതിൻ്റെ അകത്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു നേരമാവും. അതാണ് എനിക്കിത് ചെയ്യാൻ മടിയുള്ള കാര്യം. കഴിഞ്ഞ ദിവസം അമ്മ വീട്ടിലൊക്കെ ആയിരുന്നതുകൊണ്ട് പിന്നെ വീഡിയോസൊക്കെ ലാഗായിപ്പോയി. പിന്നെ ഞാൻ എന്നും ഒരു വീഡിയോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം രാവിലെ വൈകുന്നേരം അതിനുള്ളിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വെക്കേഷനിൽ ഇതുപോലെ മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. രാവിലെ 8:30-ക്ക് തുടങ്ങിയ വർക്കാണ്. ബട്ട് വരച്ച് കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ ഇപ്പോൾ സമയം 10 മണിയൊക്കെ ആകാറായി. അതുകൊണ്ട് ഞാൻ വേഗം എഡിറ്റ് ചെയ്യുന്നത്.
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ക്യാറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സ്ഥലത്ത് കുറച്ച് ഫിനിഷിങ് കുറവുണ്ട്, വലിയ കുഴപ്പമില്ല. ഞാൻ പിങ്ക് കളർ പെൻസിൽ വെച്ചിട്ടാണ് ചീക്സിലൊക്കെ കൊടുത്തത്. എന്നിട്ട് റെഡ് കളർ എങ്ങനെയായെന്നൊന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് ഞാൻ റെഡ് കളർ മാറ്റിയതാണ് കേട്ടോ. എന്താ വെച്ചാൽ പിങ്ക് അത്രയ്ക്ക് രസമില്ലാത്ത പോലെ തോന്നി, എന്താ ഒരു രസമില്ല. അതുകൊണ്ടാണ് ഞാൻ പിങ്ക് മാറ്റി റെഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നേരമായിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും വീഡിയോ തീരുന്നില്ല. ഏകദേശം ഒരു 6 മിനിറ്റൊക്കെയുള്ള വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ ആണ്, എന്നിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ എന്ത് സംസാരിക്കണമെന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വളവളാന്ന് കിടന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.